നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നല്ല മണം വരുന്നുണ്ടല്ലോ. ഇപ്പൊ എല്ലാം റെഡിയാവും അമ്മേ. ഒരു തിരക്കുമില്ല, പതുക്കെ മതി മോളെ. കാളീശ്വരി വന്നതുപോലെ തന്നെ പെട്ടെന്ന് പോയി അല്ലേ? ഞാൻ ഇന്ന് അവർക്ക് ഇവിടെ ഒരു വിരുന്നൊരുക്കാവെന്ന് കരുതിയതാ. നിന്റെ കൈപ്പുണ്യൊക്കെ അവരൊന്ന് അറിയട്ടെ എന്ന് വിചാരിച്ചു. അവർക്ക് നിന്റെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ ഭാഗ്യമില്ലല്ലോ. അല്ല മോളെ, കാളീശ്വരി ഗിരിയോട് കൊറേ സംസാരിക്കുന്നത് കണ്ടല്ലോ. അതെന്തിനെ കുറിച്ചാണെന്ന് വല്ലതും മോളോട് പറഞ്ഞു? ഞാൻ ചോദിക്കാൻ കാരണം വേറൊന്നുമല്ല. അവനെ ഈ പൂജയിലും മന്ത്രവാദത്തിലും ഒന്നും വിശ്വാസം ഇല്ലല്ലോ. കാളീശ്വരി അപമാനിക്കുന്നത് പോലെ എന്തെങ്കിലും അവന്റെ ഭാഗത്തുനിന്ന് വീണോന്നറിയാൻ വേണ്ടിയാ. അവര് പെട്ടെന്ന് പോകുന്നത് കണ്ടപ്പോ എനിക്കുണ്ടായ ഒരു സംശയം മാത്ര. നമ്മുടെ വീട്ടിൽ അതിഥിയായിട്ട് വന്ന ഒരാളോട് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മോശമല്ലേ? ഗിരിയേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല അമ്മേ. കാളീശ്വരി പെട്ടെന്ന് പോയത് ചെന്നൈയിലെ പൂജയുടെ ആവശ്യത്തിനാണെന്ന് പറഞ്ഞില്ലേ? കാളീശ്വരി മോളുടെ ഏലസിനെ കുറിച്ച് എന്തോ പറയാൻ തുടങ്ങിയായിരുന്നു അല്ലേ? മോളോട് ഈ ഏലസ് മാറ്റിയോന്നൊക്കെ അവര് ചോദിച്ചത്. അതെ, മോളത് മാറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ അങ്ങനെ ചെയ്യരുതെന്ന് മോളോട് പ്രത്യേകം പറഞ്ഞതല്ലേ. എന്നാലും കാളീശ്വരി അങ്ങനെ ഒരു സംശയം പറഞ്ഞതുകൊണ്ട് മാത്രം ചോദിച്ചതാ. മോള് അങ്ങനെ എന്തെങ്കിലും അബദ്ധം കാണിച്ചോ? അമ്മയോട് നടന്നത് എന്താന്ന് സത്യസന്ധമായിട്ട് പറയുന്നതാ നല്ലത്. എന്താ മോളെ നീ ഒന്നും പറയാത്തത്? അമ്മേ, അത് മഞ്ജു, ഇതുവരെ ഭക്ഷണം തയ്യാറായില്ലേ? മനുഷ്യൻ ഇവിടെ വിശന്നിട്ട് കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥയെ. ഇപ്പൊ എടുത്തു വെക്കാം. എടുക്ക. അമ്മേ, എന്തായിരുന്നു നിങ്ങൾ തമ്മിൽ സംസാരിച്ചത്? ഒന്നുമില്ലടാ. കാളീശ്വരി അവളുടെ ഏലസിനെ കുറിച്ച് ചോദിച്ചതിന്റെ കാരണം എന്താണെന്ന് ഞാൻ അവളോട് ചോദിച്ചതാ. ആർക്കറിയാം? ഈ പൂജ ഭരിച്ചില്ലെങ്കിൽ ഏലസ് മാറ്റി കെട്ടിയതുകൊണ്ടാണെന്ന് അവർക്ക് പറയാലോ. അതിനായിരിക്കും. ഹോ, നിന്നെ വിശ്വസിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല. അമ്മ ഏലസിനെ പറ്റി ചോദിച്ചപ്പോ നീ നിന്ന് പരുങ്ങുന്നുണ്ടല്ലോ. എന്തായിരുന്നു നിന്റെ ഉദ്ദേശം? എനിക്ക് അമ്മയോട് നുണ പറയാൻ പറ്റില്ല ഗിരിയേട്ടാ. നമ്മൾ നന്നായിട്ട് ജീവിക്കണമെന്ന് കരുതി വയ്യാഞ്ഞിട്ടും അമ്പലത്തിൽ 101 പ്രദക്ഷിണം വെച്ച ആളാ അമ്മ. അപ്പൊ ഞാൻ അമ്മയെ ചതിച്ചതുപോലെ ആയില്ലേ? നീ ആരെയും ചതിച്ചിട്ടില്ല. ഏലസ് മാറ്റി കെട്ടിയത് ഞാനല്ലേ. അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം എനിക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ സത്യം പുറത്തു വന്നാൽ എല്ലാവരും എന്നെ മാത്രമേ കുറ്റം പറയൂ. അമ്മ പഴയതുപോലെ വീണ്ടും എന്നെ വെറുക്കാൻ തുടങ്ങും. അത് ഗിരിയേട്ടൻ മറക്കണ്ട. ഗിരിയേട്ടൻ എന്ത് പറ്റി? നല്ല ടെൻഷനിലാണല്ലോ. മഞ്ജു ഏലസ് മാറ്റിയതിനെ കുറിച്ച് അറിഞ്ഞു. ഈശ്വര, ചേച്ചി അതെങ്ങനെയാ മനസ്സിലാക്കിയത്? കാളീശ്വരിയുടെ സംസാരത്തിൽ നിന്ന് തന്നെ അവൾക്ക് സംശയം തോന്നി. എന്നോട് അവൾ അതേക്കുറിച്ച് ചോദിച്ചു. ഞാൻ നുണ പറയാൻ നിന്നില്ല. ഗിരിയേട്ടൻ എന്ത് പണിയായി കാണിച്ചേ? എല്ലാം സമ്മതിച്ചു കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അങ്ങനെ പറഞ്ഞു പറ്റിക്കാനേ. എന്റെ ഭാര്യ ഒരു സാധാരണ സ്ത്രീയല്ല, നല്ല ബുദ്ധിയുള്ളൊരു പോലീസുകാരിയാ.
ഞാൻ പറയുന്നത് നുണയാണെന്ന് മനസ്സിലാക്കാൻ അവൾക്കധികം സമയമൊന്നും വേണ്ടിവരില്ല. വെറുതെ അവളുടെ മുന്നിൽ വീണ്ടും കുറ്റക്കാരനാവണ്ടല്ലോ എന്ന് കരുതി ഞാൻ എല്ലാ സത്യവും തുറന്നു പറഞ്ഞു. എല്ലാ സത്യം എന്ന് പറയുമ്പോ ഞാനാണ് ഉറക്ക ഗുളിക കലക്കി തന്നെന്നും പറഞ്ഞോ? അതെ, എനിക്ക് കൂടെ നിൽക്കുന്നവരെ ഉറ്റുന്ന ശീലമില്ല. നീ എന്നെ സഹായിച്ചതിനെ കുറിച്ച് മഞ്ജുവിനൊന്നും അറിയില്ല. ഇപ്പോഴാ ശ്വാസം നേരെ വീണത്. മഞ്ജു ഇപ്പൊ വിചാരിക്കുന്നത് ഞാൻ ആ ചരട് മാറ്റിയത് അവളുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടാണെന്ന്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം തുടരാൻ എനിക്ക് താല്പര്യമില്ലെന്നാ അവളെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഛേ, ഇത് വെളുക്കാൻ തേച്ചത് പാണ്ട എന്ന് പറയുന്ന അവസ്ഥയായല്ലോ. അവളെ എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്നൊന്ന് പറഞ്ഞതാ. ഗിരിയേട്ടിന് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു തന്നല്ലേ. ഭാനുമതി അമ്മയുടെ ഉദ്ദേശം എന്താണെന്ന് ചേച്ചിയോട് തുറന്ന് പറ. അപ്പോ ഗിരിയേട്ടിന് ഇതെല്ലാം ചെയ്തത് സ്നേഹം കൊണ്ടാണെന്ന് ചേച്ചിക്ക് മനസ്സിലാവും. ഈ വഴി തിരഞ്ഞെടുക്കാനാണെങ്കിൽ ഞാൻ ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നല്ലോ. എന്റെ അമ്മയെ മഞ്ജു ഒരിക്കലും വെറുക്കരുത്. ഇങ്ങനെ പോയാ ചേച്ചി വെറുക്കാൻ പോകുന്നത് ഗിരിയേട്ടനെ ആയിരിക്കും. അമ്മയെ സംരക്ഷിക്കാൻ വേണ്ടി ഗിരിയേട്ടൻ സ്വയം ചേച്ചിയുടെ മുൻപിൽ തരം താഴ്ന്നു പോവുകയാ. ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ഗിരിയേട്ടൻ ചേച്ചിയുടെ സത്യം എല്ലാം പറയണം. എനിക്കൊരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല മഹിമേ. വേറെന്തെങ്കിലും രീതിയിൽ എന്നെ സഹായിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യ. മോളെ, എന്താ വേണ്ടത്? മോളെ, എന്നെ വെറുതെ ഇങ്ങനെ തള്ളി അകറ്റരുത്. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ നിന്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും ഞാൻ കൂടെ നിന്നിട്ടുണ്ട്. പക്ഷെ ഗോപാലേട്ടനെ എതിർക്കാൻ ആർക്കും സാധിക്കില്ല. അത് നിനക്കും അറിയാലോ. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് ചാച്ചുവിനോട് ഒരു വിരോധവും ഇല്ല. അതൊക്കെ സമയമെടുത്ത് ചിന്തിച്ചപ്പോ ചാച്ചുവിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്ന് എനിക്ക് മനസ്സിലായി.